അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1344. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലൈസ ശദീദു ബിസ്സുറഅ, യഥാർത്ഥ ശക്തിയുള്ളവൻ അല്ല, ബിസ്സുറഅ, മൽപിടുത്തത്തിൽ എതിരാളിയെ തള്ളിയിടുന്നവൻ അല്ല യഥാർത്ഥ ശക്തവാൻ എന്ന് പറയുന്നത്. ശക്തിയുള്ളവൻ, യഥാർത്ഥ ശക്തവാൻ എന്ന് പറയുന്നത് മൽപിടുത്തത്തിലൂടെ വിജയം നേടി മറ്റുള്ളവരെ തള്ളിയിടുന്നവനല്ല. ഇന്നമ ശദീദു, നിശ്ചയമായും ശക്തവാൻ, ശക്തിയുള്ളവൻ, അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തിയുള്ളവൻ. അവനാണ് ഈമാനിന് ശക്തി ലഭിച്ചവൻ. ഇപ്പൊ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, ഏറ്റവും വലിയ ജിഹാദ് അതാണല്ലോ, ശരീരത്തോടുള്ള യുദ്ധമാണല്ലോ ഏറ്റവും വലിയ യുദ്ധം. ശരീരത്തെ നാം ഉദ്ദേശിച്ച രൂപത്തിൽ നാം പിടിച്ചുകൊടുത്ത് നിൽക്കുക, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുക. ദേഷ്യം രണ്ടു വിധത്തിലുണ്ട്. സ്തുത്യർഹമായ ദേഷ്യമുണ്ട്, മോശമായ നിലക്കുള്ള ദേഷ്യമുണ്ട്. നീയായ കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാത്തതിന്റെ പേരിൽ, ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ ചില ആളുകൾ ദേഷ്യം പിടിക്കുമ്പോൾ ഒരു ലൈസൻസ് ഉണ്ടാവില്ല, എന്തൊക്കെയാണ് നാവിൽ വരേണ്ടതെന്ന് അറിയില്ല. അനാവശ്യമായ വാക്കുകളും മുഹല്ലതായ ഏറ്റവും ഗൗരവമുള്ള നജസായ നായപന്നിയുടെ പേരുകളെ കൊണ്ടൊക്കെയാണ് ചില ആളുകളൊക്കെ സംസാരിക്കുക. അത്തരം ദേഷ്യം ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചതല്ല. അങ്ങനെ ദേഷ്യം വരുമ്പോ ആരോടാണെങ്കിലും ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ, ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയണം. അവനാണ് ഏറ്റവും വലിയ ശക്തവാൻ, ഏറ്റവും ഈമാൻ ശക്തി ലഭിച്ചവൻ, ഈമാൻ ഖുവ്വത്ത് ലഭിച്ചവൻ അവനാണ്. ഈ ഹദീസ് ഉൾക്കൊണ്ടുകൊണ്ട് എത്ര വലിയ ദേഷ്യം പിടിക്കേണ്ട സാഹചര്യം വന്നാലും നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല അത്തരത്തിൽ ഈമാനിന് ഖുവ്വത്ത് ലഭിക്കുന്നവർ അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.